Next, we are going to discuss about the hybridizations involving s orbital, p orbital, and d orbital. അതിൽ ഫസ്റ്റ് വൺ ആയിട്ട് sp3d hybridization. sp3d means s1, p3, d1. That is, it is the process of intermixing of one s orbital, 3 p orbitals, and 1 d orbital. ഒരു എസ് ഓർബിറ്റില് 3 പി ഓർബിറ്റലുമായിട്ടും ഒരു ഡി ഓർബിറ്റലുമായിട്ടും ഇന്റർമിക്സ് ചെയ്യുമ്പോൾ അതിന്റെ പേരാണ് sp3d ഹൈബ്രിഡൈസേഷൻ. ഇവിടെ ആകെ 5 പുതിയ ഓർബിറ്റലാണ് ഫോം ചെയ്യുന്നത്. These 5 new orbitals are called sp3d hybrid orbitals. They have equivalent energy and identical shape. sp3d hybridization means it is the process of intermixing of one s orbital, 3 p orbitals, and 1 d orbital to form 5 new orbitals having equivalent energy and identical shape. The 5 new orbitals formed are called sp3d hybrid orbitals. These sp3d hybrid orbitals are directed to the 5 corners of a regular trigonal bipyramid with bond angles 120 degree and 90 degree. ഇവിടെ 5 പുതിയ ഓർബിറ്റലാണ് ഫോം ചെയ്യുന്നത്. ഈ 5 പുതിയ ഓർബിറ്റലുകൾ ഒരു ട്രൈഗണൽ ബൈപിരമിഡിന്റെ 5 കോർണേഴ്സിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കും. ബോണ്ട് ആംഗിൾസ് 120 ഡിഗ്രിയും 90 ഡിഗ്രിയുമാണ്. അതിന്റെ സ്ട്രക്ചർ ആണ് ഈ കാണുന്നത്. നമ്മൾ ആദ്യം കാണുന്നത് ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡലാണ്. 3 കാണുന്നത് അതിന്റെ അറ്റോമിക് ഓർബിറ്റൽ ഉപയോഗിച്ചുള്ള റെപ്രസെന്റേഷൻ ആണ്. sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. 5 sp3d ഹൈബ്രിഡ് ഓർബിറ്റലിൽ 3 sp3d ഹൈബ്രിഡ് ഓർബിറ്റൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 കോർണേഴ്സിലേക്കായിരിക്കും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി 2 sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഈ പ്ലെയിന്റെ മുകളിലായിട്ടും താഴെയായിട്ടുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 കോർണേഴ്സിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഇടയ്ക്ക് ഉണ്ടാകുന്ന ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി ആണ്. അതേസമയത്ത് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന ബോണ്ട് ആംഗിൾ 90 ഡിഗ്രിയുമാണ്. ഇതിന് ഒരു എക്സാമ്പിൾ ആണ് ഹൈബ്രിഡൈസേഷൻ ഇൻ ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ് PCl5. In PCl5, the phosphorus atom is in sp3d hybridization, and so the shape of the molecule is trigonal bipyramidal and the bond angles are 120 degree and 90 degree. The PCl5 സെൻട്രൽ ആറ്റമായ ഫോസ്ഫറസ് ഇത് sp3d ഹൈബ്രിഡൈസേഷനിലാണ്. ആ ഫോസ്ഫറസിന്റെ 5 sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഈ ബ്രൗൺ കളറിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഓരോ sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസും ക്ലോറിന്റെ ഹാഫ് ഫിൽഡ് പി ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. അങ്ങനെ 5 PCl ബോണ്ടാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഈ 5 PCl ബോണ്ടിനകത്ത് ഈ 3 PCl ബോണ്ട്, അതായത് ഈ ട്രയാങ്കിളിന്റെ 3 കോർണേഴ്സിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്ന PCl ബോണ്ടുകൾ ഒരു പ്ലെയിനിലായിരിക്കും. അതുകൊണ്ട് ആ PCl ബോണ്ട്സിനെ അറിയപ്പെടുന്ന പേര് ഇക്വറ്റോറിയൽ ബോണ്ട്സ് എന്നാണ്. ദാറ്റ് ഈസ് ദീസ് 3 PCl bonds are called equatorial bonds, and the other 2 PCl bonds lie one above and one below this plane. They are called axial bonds. PCl5-നകത്ത് 2 types of bonds ഉണ്ട്, equatorial bonds ഉം axial bonds ഉം. The 3 PCl bonds lie in one plane at an angle of 120 degree. These 3 bonds are called equatorial bonds, and the other 2 bonds lie one above and one below this plane. They are called axial bonds. PCl5-യുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, PCl5 ഈസ് ഹൈലി അൺസ്റ്റേബിൾ ആൻഡ് ഈസ് വെരി റിയാക്റ്റീവ്. വൈ? നമുക്ക് അതിന്റെ സ്ട്രക്ചർ വെച്ച് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ 3 sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഒരു പ്ലെയിനിലാണ്. They are called equatorial orbitals. ബാക്കി 2 ഓർബിറ്റൽസ് ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. അവരെ വിളിക്കുന്നത് ആക്സിയൽ ഓർബിറ്റൽസ് എന്നുമാണ്. PCl5-ന്റെ സ്ട്രക്ചർ ആണ് ഈ കാണുന്നത്. ഇവിടെ ഫോസ്ഫറസ് സെന്ററിൽ 3 PCl ബോണ്ട്സ് കാണാം. ഈ 3 PCl ബോണ്ടിന്റെ പേര് ഇക്വറ്റോറിയൽ ബോണ്ട്സ്. ബാക്കി 2 PCl ബോണ്ടിന്റെ പേര് ആക്സിയൽ ബോണ്ട്സ്. നമ്മൾ ഈ സ്ട്രക്ചറിൽ നിന്ന് വ്യക്തമാണ്, ഈ ആക്സിയൽ ബോണ്ടിന് ഇക്വറ്റോറിയൽ ബോണ്ടിനേക്കാളും ലെങ്ത് കൂടുതലാണ്. അതിന്റെ കാരണം ഈ ആക്സിയൽ ബോണ്ടിനകത്തുള്ള ഇലക്ട്രോൺ പെയറുകൾ ഈ ഇക്വറ്റോറിയൽ ബോണ്ടിനകത്തുള്ള ഇലക്ട്രോൺ പെയറും തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവും. അങ്ങനെ റിപ്പൽഷൻ കൂടുതലായതുകൊണ്ട് ഈ ആക്സിയൽ ബോണ്ട് ലെങ്തിന് ഇക്വറ്റോറിയൽ ബോണ്ട് ലെങ്തിനേക്കാളും ലെങ്ത് കൂടുതലാണ്. അങ്ങനെ ബോണ്ട് ലെങ്ത് കൂടുമ്പോൾ ആ ബോണ്ട്
പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ബോണ്ട് എൻതാൽപ്പി കുറവായിരിക്കും, അല്ലെങ്കിൽ ആ മോളിക്യൂൾ അൺസ്റ്റേബിൾ ആയിരിക്കും. അതിന്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെ പറയാം. In PCl5, the electrons in the axial bond pairs suffer more repulsion from the equatorial bond pairs. So, the axial bond length is greater than the equatorial bond length. Axial bond length equatorial bond length-നേക്കാളും കൂടുതലായിരിക്കും. So, PCl5 is highly unstable and very reactive. The next one, sp3d2 hybridization, that is S1p3d2. It is the process of intermixing of one s orbital, 3 p orbitals and 2 d orbitals to form 6 new orbitals having equivalent energy and identical shape. ഇവിടെ ഒരു എസ് ഓർബിറ്റില് 3 പി ഓർബിറ്റില് 2 ഡി ഓർബിറ്റിലുമായിട്ടാണ് ഇന്റർമിക്സ് ചെയ്യുന്നത്. അങ്ങനെ 6 പുതിയ ഓർബിറ്റൽസ് ഫോം ചെയ്യും. ദി 6 ന്യൂ ഓർബിറ്റൽസ് ഫോംഡ് ആർ കോൾഡ് sp3d2 hybrid orbitals. They are directed to the 6 corners of a regular octahedron with bond angle 90 degree. ഇവിടുത്തെ മോളിക്യൂളിന്റെ ഷേപ്പ് ഒക്ടാഹീഡ്രൺ ആണ്. അതിന്റെ ബോൾ ആൻഡ് സ്റ്റിക് മോഡലാണ് ഈ കാണിച്ചേക്കുന്നത്. These are 6 sp3d2 hybrid orbitals. ഇതിൽ 4 sp3d2 hybrid orbitals ഒരു പ്ലെയിൻ, ഒരു സ്ക്വയർ പ്ലാനാർ ഷേപ്പിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. ബാക്കി 2 sp3d2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എല്ലാ ബോണ്ട് ആംഗിൾസും ഈക്വൽ ആണ്, ദാറ്റ് ഈസ് 90 ഡിഗ്രി ആണ്. ഒരു എക്സാമ്പിൾ ആണ് SF6, hybridization in SF6. In SF6, the central atom sulfur undergoes sp3d2 hybridization. These hybrid orbitals overlap with p orbitals of fluorine atom to form 6 SF bonds. ഇവിടെ ആകെ 6 SF bonds ഫോം ചെയ്യും. Thus, SF6 molecule has a regular octahedral geometry with bond angle 90 degree. അതുകൊണ്ട് SF6-ന് ഒരു ഒക്ടാഹീഡ്രൽ ജോമെട്രിയാണ് ഉള്ളത്. കൂടാതെ അതിന്റെ ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. SF6-ന്റെ സ്ട്രക്ചർ ആണ് ഈ കാണുന്നത്. ഇവിടെ സെന്ററിൽ സൾഫർ ആറ്റം നിൽക്കുന്നു. ഈ സൾഫറിന്റെ sp3d2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫ്ലൂറിന്റെ p ഓർബിറ്റലുമായിട്ട് ആക്സിയൽ ആയിട്ട് ഓവർലാപ്പ് ചെയ്യും. അങ്ങനെ 6 SF ബോണ്ടുകളാണ് ഫോം ചെയ്യുന്നത്. ഈ 6 SF ബോണ്ടുകളെ മാക്സിമം ഡിസ്റ്റൻസിൽ നിർത്തുമ്പോൾ അതിന്റെ ഷേപ്പ് ഒക്ടാഹീഡ്രൽ ആകും. കൂടാതെ ഇവിടെ എല്ലാ ബോണ്ട് ആംഗിളും 90 ഡിഗ്രി ആണ്. നമ്മളിപ്പോൾ പഠിച്ച ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ്, ഹൈബ്രിഡൈസേഷൻ, ഇതെല്ലാം തന്നെ വാലൻസ് ബോണ്ട് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ വാലൻസ് ബോണ്ട് തിയറിയെ പറ്റി നമുക്ക് വിശദമായിട്ട് പഠിക്കാനില്ല. ഇവിടെ നമ്മൾ ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂളുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡ്രോ ദ പൊട്ടൻഷ്യൽ എനർജി കർവ് ഫോർ ദ ഫോർമേഷൻ ഓഫ് എ ഹൈഡ്രജൻ മോളിക്യൂൾ. നമുക്കറിയാം, ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത് 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടാണ്. ഹൈഡ്രജൻ അറ്റോമിക് ഫോമിൽ നിൽക്കുമ്പോൾ അതിന് എനർജി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. ഒരു ഡൈ അറ്റോമിക് മോളിക്യൂൾസ് എല്ലാം തന്നെ അവരുടെ ആറ്റോമിക് ഫോമിലെ അവരുടെ ആറ്റങ്ങളുടെ പ്രത്യേകത അവർക്ക് എനർജി കൂടുതലായിരിക്കും. എനർജി കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. മോളിക്യൂൾ ഫോം ചെയ്ത് കഴിയുമ്പോൾ എനർജി കുറയും. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രജൻ മോളിക്യൂളിന്റെ ഫോർമേഷൻ ആണ്. അതിന് നമ്മൾ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കൺസിഡർ ചെയ്യുന്നു. When these hydrogen atoms are at far apart, at infinite distance, there is no interaction between these atoms. So we can take the potential energy of these atoms as approximately 0. നമുക്ക് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കർവ് ഒന്ന് കാണാം. ഇവിടെ y ആക്സിൽ എടുത്തിരിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി ആണ്, x ആക്സിൽ എടുത്തേക്കുന്നത് ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസും ആണ്. ഓക്കെ, ഇവിടെ ഈ ഒരു പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. മുകളിലേക്ക് പോകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ആവും, താഴേക്ക് പൊട്ടൻഷ്യൽ എനർജി വാല്യൂ നെഗറ്റീവ് ആണ്. ഇവിടെ ലെഫ്റ്റ് ചെയ്ത് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയാണ്. നമ്മൾ ഈ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റിവേഴ്സ് മാനറിലാണ്. അതായത് ഇവിടെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഇവിടെ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് മാക്സിമം ആണ്. ദാറ്റ് ഈസ് ഇവിടെ ഈ 2 ആറ്റങ്ങൾക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ആണ്. ആ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നമുക്ക് ഈ 2 ആറ്റങ്ങൾക്കിടയ്ക്ക് ഇന്ററാക്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവരുടെ പൊട്ടൻഷ്യൽ എനർജി വാല്യൂ അപ്രോക്സിമേറ്റ് 0 എന്ന് എടുക്കാം. ഈ ഗ്രാഫ് 0ക്ക് അടുത്താണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഈ 2 ആറ്റങ്ങൾ അടുത്തേക്ക് വരികയാണ്. അടുത്തേക്ക് വരുമ്പോൾ ഇവരുടെ ന്യൂക്ലിയസുകളും ഇലക്ട്രോണും തമ്മിൽ ഇന്ററാക്ട് ചെയ്യും. ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ അട്രാക്ഷനും ആകാം, റിപ്പൽഷനും ആകാം. എന്നാൽ ഇവിടെ ഫസ്റ്റ് ഹൈഡ്രജന്റെ ന്യൂക്ലിയസും സെക്കൻഡ് ഹൈഡ്രജന്റെ ഇലക്ട്രോണും തമ്മിൽ ഒരു പുതിയ അട്രാക്ഷൻ ഉണ്ടാവും. അതേപോലെ സെക്കൻഡ് ഹൈഡ്രജന്റെ ന്യൂക്ലിയസും ഫസ്റ്റ് ഹൈഡ്രജന്റെ ഇലക്ട്രോണും തമ്മിലും പുതിയ അട്രാക്ഷൻ ഉണ്ടാവും.
അങ്ങനെ അട്രാക്ഷൻ കൂടുമ്പോൾ എനർജി ഡിക്രീസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഈ ആറ്റങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ എനർജി ഡിക്രീസ് ചെയ്യുകയും ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ എത്തിക്കഴിയുമ്പോൾ ഈ രണ്ട് ആറ്റങ്ങൾക്കിടയ്ക്കുള്ള എനർജി ലീസ്റ്റ് ആവും. ദാറ്റ് ഈസ് ആ എനർജി വാല്യൂ കാണിച്ചേക്കുന്നത് -436 കിലോ ജൂൾ പെർ മോൾ ആണ്. ഈ മിനിമം എനർജിയിൽ ഈ രണ്ട് ആറ്റങ്ങൾക്കിടയ്ക്ക് ഒരു ബോണ്ട് ഫോം ചെയ്യും. ഇവിടെ അട്രാക്ഷന്റെ വാല്യൂ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞു. അട്രാക്ഷന്റെ വാല്യൂ മാക്സിമത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് എനർജി ലീസ്റ്റ് ആയത്. ഈ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ദിസ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് 74 പൈക്കോമീറ്റർ. ഈ 74 പൈക്കോമീറ്റർ ഒരു പേര് പറയും ബോണ്ട് ലെങ്ത്. അതേപോലെ ഈ ബോണ്ട് ലെങ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ എനർജിക്ക് ഒരു പേര് പറയും ബോണ്ട് എൻതാൽപ്പി ഓർ ബോണ്ട് എനർജി. ഈ രണ്ട് ആറ്റങ്ങൾ വീണ്ടും അടുത്തേക്ക് വരുമ്പോൾ ഇവരുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള റിപ്പൽഷനും ഇലക്ട്രോൺ തമ്മിലുള്ള റിപ്പൽഷനും കൂടുന്നത് കൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യും. ദിസ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി കർവ് ഫോർ ദി ഫോർമേഷൻ ഓഫ് എ ഹൈഡ്രജൻ മോളിക്യൂൾ. ഇവിടെ നമ്മൾ ഈ ഗ്രാഫ് വരച്ച് പഠിച്ചാൽ മതിയാകും. നമ്മൾ അടുത്ത പഠിക്കുന്നത് റെസൊണൻസ് സ്ട്രക്ചേഴ്സിനെ പറ്റിയാണ്. നമ്മൾ നേരത്തെ മോളിക്യൂളിന്റെ ഷേപ്സ് എക്സ്പ്ലനേഷനുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ് പഠിച്ചു. ദാറ്റ് ഈസ് VSEPR തിയറി, അതേപോലെ VV തിയറിയുമായിട്ട് ബന്ധപ്പെട്ട ഹൈബ്രിഡൈസേഷൻ കൺസെപ്റ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മോളിക്യൂളിന്റെ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാം. അവിടെ നമ്മൾ പഠിച്ചതാണ് മീഥൈൻ മോളിക്യൂളിന് ടെട്രാഹീഡ്രൽ ജോമെട്രിയാണ്. അതേപോലെ BF3 ബോറോൺ ട്രൈഫ്ലൂറൈഡ് മോളിക്യൂളിന് പ്ലാനാർ ട്രയാങ്കുലർ ഷേപ്പ് ആണ്. അതേപോലെ PCl5 മോളിക്യൂളിന് ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പും SF6 ഒക്ടാഹീഡ്രൽ ഷേപ്പ് ആണെന്നൊക്കെ പഠിച്ചു. മീഥൈൻ മോളിക്യൂളിന് ടെട്രാഹീഡ്രൽ ഷേപ്പ് കൊടുക്കാനുള്ള കാരണം ഈ ടെട്രാഹീഡ്രൽ ഷേപ്പ് ഉപയോഗിച്ചുകൊണ്ട് മീഥൈന്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടീസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. എന്നാൽ ചില മോളിക്യൂളുകളുടെ കേസിൽ അവരുടെ എല്ലാ ഒബ്സർവ്ഡ് പ്രോപ്പർട്ടീസും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു സിംഗിൾ സ്ട്രക്ചറിന് കഴിയാതെ വരും. In the case of some compounds, all the observed properties cannot be explained by a single structure. ഇവിടെ നമ്മൾ ആ കോമ്പൗണ്ടിന്റെ ഒബ്സർവ്ഡ് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മോർ ദാൻ വൺ സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കും. ആ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സിന്റെ പേരാണ് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഓർ കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് ഓർ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് ആൻഡ് ദ ഫിനോമിന ഈസ് നോൺ ആസ് റെസൊണൻസ്. ഇവിടെ ആ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് നമ്മൾ ആ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സിന് അറിയപ്പെടുന്ന പേര് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എന്നാണ്, അല്ലെങ്കിൽ കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് എന്നും കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് എന്നൊക്കെ വിളിക്കാം. ആ ഫിനോമിന അറിയപ്പെടുന്ന പേരാണ് റെസൊണൻസ്. റെസൊണൻസ് കാണിക്കുന്ന ഒരു മോളിക്യൂളിന് എക്സാമ്പിൾ ആണ് ഓസോൺ, O3. ഈ ഓസോൺ മോളിക്യൂളിന്റെ കേസിൽ അതിന്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടീസും എക്സ്പ്ലെയിൻ ചെയ്യാൻ സിംഗിൾ സ്ട്രക്ചർ മൂലം കഴിയാത്തത് കൊണ്ട് നമ്മൾ ഈ രണ്ട് സ്ട്രക്ചർ ഉപയോഗിക്കും. അതായത് ഈ രണ്ട് സ്ട്രക്ചർ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ബോണ്ടുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഈ ഫസ്റ്റ് ബോണ്ട് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഇവിടെ അത് ഡബിൾ ബോണ്ട് ആയിട്ട് മാറിയെന്ന് കാണാം. അതേപോലെ സെക്കൻഡ് ബോണ്ട് ഇവിടെ ഡബിൾ ബോണ്ട് ആണ്, ഇവിടെ അത് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറി. അതായത് ഓസോണിന്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടീസും നമുക്ക് ഈ ഫസ്റ്റ് സ്ട്രക്ചർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സെക്കൻഡ് സ്ട്രക്ചർ ഉപയോഗിച്ചോ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുകയില്ല. Or the actual structure of ozone is neither this first structure nor this second structure. It is in between these two structures and it can be denoted by this third structure. That is, ഇവിടെ ഈ മൂന്നാമത്തെ സ്ട്രക്ചർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഈ ഓരോ ബോണ്ടിനും പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ കൂടി കാണിച്ചിട്ടുണ്ട്. ഈ പാർഷ്യൽ ഡബിൾ ബോണ്ടിനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡോട്ടഡ് ലൈൻ ഇട്ട് കാണിച്ചേക്കുന്നത്. ഇവിടെ ഓക്സിജൻ സിംഗിൾ ബോണ്ട് ലെങ്ത് 148 പൈക്കോമീറ്ററും ഡബിൾ ബോണ്ട് ലെങ്ത് 121 പൈക്കോമീറ്ററുമാണ്. ബട്ട് ദി ആക്ച്വൽ ഓക്സിജൻ ബോണ്ട് ലെങ്ത് ഇൻ ഓസോൺ ഈസ് 128 പൈക്കോമീറ്റർ. അതുകൊണ്ട് ഈ രണ്ട് സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് കാനോണിക്കൽ സ്ട്രക്ചർ ഓർ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ. ദാറ്റ് ഈസ് ദി ആക്ച്വൽ സ്ട്രക്ചർ ഓഫ് ozone is in between these two structure and it can be denoted by a resonance hybrid like this. മറ്റൊരു എക്സാമ്പിൾ ആണ് ബെൻസീൻ മോളിക്യൂൾ C6H6, ഒരു ആരോമാറ്റിക് ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഓക്കെ, ബെൻസീന്റെ സ്ട്രക്ചേഴ്സ് രണ്ട് സ്ട്രക്ചറോടെ നമുക്ക് കാണാം, എയും ബിയും. ഈ ഓരോ കോർണേഴ്സ് ഡിനോട്ട് ചെയ്യുന്നത് ഓരോ കാർബൺ ആറ്റങ്ങളാണ്. ഇവിടെ നമ്മൾ ഈ ബോണ്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഡബിൾ ബോണ്ടിന്റെയും സിംഗിൾ ബോണ്ടിന്റെയും പൊസിഷൻ വ്യത്യാസമുണ്ട്. ഇവിടെയും ബെൻസീന്റെ യഥാർത്ഥ സ്ട്രക്ചർ എയോ ബിയോ അല്ല, ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു സ്ട്രക്ചേഴ്സ്. അത് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇതേപോലെ കാണിച്ചേക്കുന്നത്. അതായത് ഒരു ഹെക്സഗൺ വരച്ചതിന് ശേഷം സെൻട്രൽ ആയിട്ട് ഒരു സർക്കിൾ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യാം. ഹിയർ ഓൾസോ ദീസ് എ and B are called resonating structures or contributing structures of benzene, and this C is called a resonance hybrid of benzene. Next നമ്മൾ നോക്കുന്നത് what are the characteristics of resonance. അതിന് ഫസ്റ്റ് വൺ ആയിട്ട് റെസൊണൻസ് സ്റ്റെബിലൈസസ് ദ മോളിക്യൂൾ. അതായത് മോളിക്യൂൾ റെസൊണൻസ് കാണിക്കുകയാണെങ്കിൽ അതിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. As the number of resonating structures increases, the stability also increases. റെസൊനേറ്റീവ് സ്ട്രക്ചേഴ്സിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് സ്റ്റെബിലിറ്റിയും
കൂടും. രണ്ടാമതായിട്ട് റെസണൻസ് ചേഞ്ചസ് ദി ബോണ്ട് ലെങ്ത്. നമ്മൾ നേരത്തെ ഓസോണിന്റെ കേസിൽ കണ്ടതാണ്. ഒരു മോളിക്യൂൾ റെസണൻസ് കാണിക്കുകയാണെങ്കിൽ അവിടെ ആക്ച്വൽ ബോണ്ട് ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ബോണ്ട് ലെങ്ത് ആയിരിക്കത്തില്ല. തേർഡ് വൺ, ഗ്രേറ്റർ ദ റെസണൻസ് എനർജി സ്റ്റേബിളർ വിൽ ബി ദ മോളിക്യൂൾ. ഒരു മോളിക്യൂളിന്റെ കേസിൽ റെസണൻസ് എനർജി കൂടുന്നതനുസരിച്ച് സ്റ്റെബിലിറ്റി കൂടും. The resonance energy means it is the difference in energy between the actual molecule and the most stable canonical structure. ഒരു മോളിക്യൂളിന്റെ യഥാർത്ഥ സ്ട്രക്ചറും സ്റ്റെബിലിറ്റി ഏറ്റവും കൂടിയ കാനോണിക്കൽ സ്ട്രക്ചറും തമ്മിലുള്ള എനർജി ഡിഫറൻസിന്റെ പേരാണ് റെസണൻസ് എനർജി. ഈ റെസണൻസ് എനർജി കൂടുന്നതനുസരിച്ച് മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റിയും കൂടും.